നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടന അമ്മയിലുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യണമോ വേണ്ടയോ എന്ന് പോലും സംശയമാണ്. അതിനകത്ത് എന്തെങ്കിലും കാര്യമായ കാര്യമുണ്ടോ, അതോ വെറുതെ ഒരു പടലപ്പിണക്കം മാത്രമാണോ? പക്ഷേ എന്തായാലും വലിയ ചർച്ചയായി കഴിഞ്ഞു. ആ സംഘടന ഒന്നടങ്കം, ആ സംഘടനയിലെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ്. ഇത്തരം സംഘടനകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തെ ബാധിക്കുക? ഒരുപാട് ശാപം കിട്ടിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് അവർ ഒരുപാട് അനുഭവിക്കാനുണ്ട് ഒരു വശത്ത്. രണ്ടാമത് എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കുന്ന ചില പോസ്റ്ററുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഒരു പഞ്ച് ഡയലോഗ്. ദിലീപ് വരുന്നു. അപ്പോൾ കുറ്റാരോപിതൻ എന്നുള്ള ഒരു പദപ്രയോഗത്തിൽ ഏറ്റവും ആദ്യം അമ്മയിൽ നിന്ന് ഒരു പക്ഷേ പുറത്താക്കപ്പെട്ടത് ദിലീപായിരിക്കാം. ദിലീപ് തന്നോട് അമ്മ ഭാരവാഹികൾ, പ്രത്യേകിച്ച് അന്ന് മമ്മൂട്ടി, ഒരു നീതി കാട്ടിയില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. സാധാരണ ഒരു അംഗത്തെ പുറത്താക്കണമെങ്കിൽ ജനറൽ ബോഡി ചേർന്ന് വേണമായിരുന്നു. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദിലീപിനെ പെട്ടെന്ന് പുറത്താക്കി. പക്ഷേ ഇത് പെണ്ണുങ്ങളുടെ ഒരു തെരുവ് വഴക്കാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ്റെയും സംഘത്തിൻ്റെയും ഈ രാജിക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം. പക്ഷെ ആ പെണ്ണുങ്ങളുടെ തെരുവ് വഴക്കിന് പിന്നിൽ കളിച്ച ചില ഗൂഢാലോചനക്കാരുണ്ട്. അവരെ കൊണ്ട് കളിപ്പിച്ച ഒരു നാടകമാണിതൊക്കെ. തുടക്കം നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ വലിയ പ്രമുഖ താരങ്ങളെ അടക്കം പരാമർശിച്ചിരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തേക്ക് വന്നാൽ കേരളം പൊട്ടിത്തെറിക്കുമെന്ന ഘട്ടത്തിലെത്തി. അതിനിടയിൽ ചില വെളിപ്പെടുത്തലുകൾ, ചില നടികൾ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സിദ്ദിഖ്, നമ്മുടെ ഇടവേള ബാബുരാജ് എന്നിങ്ങനെ ചില നടന്മാർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളുണ്ടാകുന്നു. അവരമ്മ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലെത്തി. മോഹൻലാൽ അമ്മ പ്രസിഡൻ്റായിരുന്ന കാലമാണ്. മോഹൻലാലിൻ്റെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല. ഒടുവിൽ പെണ്ണുങ്ങളെല്ലാം കൂടി സൂപ്പർ താരങ്ങളെ വരെ വലിച്ചു കീറും എന്ന ഘട്ടത്തിലെത്തി. അങ്ങനെ മോഹൻലാൽ നാടകീയമായി രാജി പ്രഖ്യാപിക്കുന്നു. അമ്മയെ ഇനി വനിതകൾ നയിക്കും എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെയാണ് ശ്വേതാ മേനോൻ മത്സരിക്കുന്നത്, മോഹൻലാലിൻ്റെ അടക്കം പിന്തുണ നേടുന്നത്. അങ്ങനെ പുതിയ 17 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ സെക്രട്ടറി. ഇത് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും ഒരു പുതിയ നാടകം എന്നുള്ള നിലയ്ക്കല്ല. നമുക്കറിയാം, കാലത്ത് ഇപ്പോൾ ഇവരെ വിമർശിക്കുന്ന മാലാപാർവതി അടക്കം വലിയൊരു മുന്നേറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അമ്മയെ സ്ത്രീകൾ നയിക്കും, യഥാർത്ഥ അമ്മമാരെത്തി എന്നൊക്കെ തലത്തിൽ പല സംഭാഷണങ്ങൾ നമ്മൾ കേട്ടു. അവർ നല്ല നിലയിൽ ഇതിനെ കൊണ്ടുപോകുമെന്ന് നമ്മൾ കരുതിയത്. ഈ ശ്വേതാ മേനോനൊക്കെ മോഹൻലാലിൻ്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹം വാങ്ങി, മറ്റ് നടന്മാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി, മലയാള സിനിമയിലെ കാരണവന്മാരുടെയൊക്കെ കാല് തൊട്ട് വന്നിച്ചു തുടങ്ങിയപ്പോൾ ഇത് ഗുരുത്വമുള്ള ഒരു സംവിധാനമാകുമെന്ന് കരുതി. പക്ഷേ ഗുരുത്വദോഷം ആദ്യം മുതൽ കിടക്കുന്നുണ്ട്. അവിടെ മുറിവേറ്റ് പുറത്തു നിൽക്കുന്ന കുറേ കുറ്റാരോപിതരുണ്ട്. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു. ഇവർ 3 പേരും മാരകമായ ആക്രമണ ശക്തിയുള്ളവരാണ്. ഇവർ 3 പേരുടെയും കൈകളിലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ ഈ സംവിധാനം. അവരാഗ്രഹിക്കാത്ത ഒരു കാര്യവും അമ്മയിൽ നടക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ദിലീപിനെ വെട്ടി താഴെയിട്ടതിന് ശേഷം, അതുവരെ ദിലീപായിരുന്നു. അമ്മയിൽ ഇലയിനങ്ങണമെങ്കിൽ ദിലീപിൻ്റെ ആജ്ഞ വേണമായിരുന്നു. അവിടെ നിന്നാണ് ഇവരിലേക്ക് എത്തുന്നത്. ഇടവേള ബാബു അവിടെ ഒരു സ്ഥിരം കലാകാരനായിരുന്നു. എല്ലാത്തരം വിഷയങ്ങളും ഇടവേള ബാബുവിന് അവിടെ ഉണ്ട്. അങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞിരുന്ന ഇടവേള ബാബുവിന് അമ്മയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. വരുമാനം നിലച്ചു. അപ്പോൾ അതിൻ്റെ കലി ചില്ലറയല്ല. പുറകിൽ നിന്ന് അവൻ കളിച്ചും തുടങ്ങി. അപ്പോൾ അവൻ്റെ നിയന്ത്രണം ഈ ഇവരിലേക്കൊക്കെ പടർന്നു. അതൊരു വശത്ത്. മറുവശത്ത് ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു തന്മയത്വമോ കഴിവോ ഒന്നും ശ്വേതാ മേനോനെ പോലെ ഒരു നടിക്കില്ല. അവർ മറ്റുള്ളവരുടെ കുറ്റം കേട്ട്, മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ കേട്ട് അതനുസരിച്ച് താളം തുള്ളുന്ന ഒരു സ്ത്രീയാണ്. ഈ പറയുന്ന ഒരു ആർജവമോ ഒരു കഴിവോ ഒന്നും അവർ ഈ ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രകടമാക്കിയില്ല. പ്രശ്നങ്ങൾ തുടക്കം ഒരു ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു നടിയുടെ ഒരു ശബ്ദരേഖയില്ല, പച്ച തെറി വിളിക്കുക. നമുക്കറിയാം സെക്രട്ടറി കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ടൊരു വിഷയം.
അവരുടെ ഈ പച്ചത്തെറി കേട്ട് അന്ന് ചെവി പൊത്തുകയാണ് കേരളം ചെയ്തത്. ഈ നടീനടന്മാരൊക്കെ വെള്ളിത്തിരയിൽ മിന്നും, പക്ഷെ പുറത്ത് ഇവരുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ, ഇവരുടെ യഥാർത്ഥ സംഭാഷണം അറിയുമ്പോൾ, ഇവരുടെ യഥാർത്ഥ കുത്തിത്തിരിപ്പുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ എടുത്ത് ഇവരൊക്കെ പൊട്ടക്കണ്ടിലിടാൻ തോന്നും. കാരണം അമ്മാതിരി സംസാരമാണ്, തറ ലെവലിലുള്ള സംഭാഷണമാണ് ഇത്. ഈ സിനിമയുടെ ഈ പളുവെളുപ്പിനപ്പുറം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പച്ച യാഥാർത്ഥ്യമാണ്. എനിക്ക് വ്യക്തിപരമായി കുറേ സിനിമാ നടന്മാരെയൊക്കെ അറിയാം, നല്ല ബന്ധവുമുണ്ട്. അവരൊക്കെ നമ്മൾ ഈ വെള്ളിത്തിരയിൽ കാണുമ്പോൾ വലിയ തിളക്കത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ വൈകിട്ട് 2 അകത്തി എന്നാൽ പിന്നെ പറയുന്നത് പച്ചത്തെറിയും വൃത്തികേടും സെക്സും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള സംഭാഷണമാണ്. ഇതേ നിലവാര തകർച്ചയായിരുന്നു അമ്മയിൽ. അവിടെ നടന്മാരൊക്കെ വന്നിട്ട് പച്ചയ്ക്ക് ചരക്കുകൾ എന്നുള്ള നിലയിൽ നടികളെ അവതരിപ്പിക്കുക, അവരെക്കുറിച്ച് ഗോസിപ്പ് പറയുക, പച്ചയ്ക്ക് സെക്സ് പറയുക, ഇതൊക്കെ ഒരു സ്ഥിരം വേദി അവിടെ. അതിനെതിരെ ശബ്ദിക്കാനൊന്നും ഈ ഭാരവാഹികൾക്കോ ഈ സ്ത്രീകൾക്കോ കഴിയില്ല. അവരൊക്കെ ഇതിന് ഓശാന പാടുന്നവരാണ്, ഇതിനൊപ്പം നിന്ന് താളം തുള്ളുന്നവരാണ്. പുതുമുഖങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കുറേ നടീനടന്മാരുണ്ട്. അവരിൽ മിക്കവരും അപ്പൻ നടൻ അല്ലെങ്കിൽ അമ്മ നടി ആ നിലയിൽ സിനിമയിലേക്ക് വന്ന അവർക്ക് ഗോഡ് ഫാദർമാരുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഒന്നും ഔദാര്യത്തിന് മുന്നിൽ തുള്ളേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർ ഈ സീനിൽ നിന്ന് പുറത്താണ്. മറിച്ച് ചില എക്സ്ട്രാസൊക്കെ പിന്നീട് വലിയ നടികളൊക്കെ ആയ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ കയറി വന്ന നടിമാരെ സംബന്ധിച്ച്, അങ്ങനെ കയറി വന്ന നടന്മാരെ സംബന്ധിച്ച് നിലവാര തകർച്ച സ്വാഭാവികം. ആ നിലവാര തകർച്ച പിന്നീട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ലക്ഷ്മിപ്രിയ വിഷയത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ലക്ഷ്മിപ്രിയ കൊണ്ട് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ അൻസിബയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. വല്ലാത്ത ചോർച്ചില്ല. അവരുടെ കുടുംബ പ്രശ്നമാണ്. അൻസിബ അയച്ചൊരു മെസ്സേജിൻ്റെ പേരിൽ അൻസിബ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പൊട്ടിത്തെറിച്ച് പുറത്തിറങ്ങുന്നു, ശ്വേതാ മേനോൻ്റെ അടുത്ത് പരാതി പറയുന്നു. അപ്പോൾ ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്, നിങ്ങൾ 2 പെണ്ണുങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്, ഇത് സംഘടനയ്ക്ക് പുറത്ത് തീർക്ക്, ഇതിൽ സംഘടനയ്ക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ സംഘടനയിൽ 2 അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് ശ്വേത ചിന്തിച്ചില്ല. അതിനുള്ളൊരു കാരണം ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട ഈ പരാതി അതുതന്നെയാണ് കാരണം. ഇപ്പോൾ പുറത്തു നിന്ന് കളിച്ച നമ്മുടെ ബാബുരാജനും സിദ്ദിഖിനും ഒക്കെ ഒരു താരത്തെ കിട്ടി, അൻസിബ ഒരു ഇരയെ കിട്ടി. ഒരു വലിയ ആഘോഷത്തിലായി. കാരണം ഈ ഇരയെ ഉയർത്തി ശ്വേതാ മേനോനെ വീഴ്ത്തുക, അതായിരുന്നു അവരുടെ തന്ത്രം. ഇതിനിടയിൽ കുക്കു പരമേശ്വരൻ ഡബിൾ ഗെയിം കളിച്ചു. കാരണം കുക്കുവിനെ സംബന്ധിച്ച് ശ്വേതയ്ക്കൊപ്പം നിന്ന സെക്രട്ടറിയാണ്. പക്ഷേ ബാബുരാജനെയും കൂട്ടരെയും പിണക്കാനും ഇഷ്ടമില്ല. അതുകൊണ്ട് അവരെ കാണുമ്പോൾ പറയും ശ്വേത ചെയ്യുന്നത് ശരികേടാണ്, ശ്വേത തൻപിടുത്തമാണ്, തന്നിഷ്ടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുക്കുവിന് വൈരാഗ്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അവിടെ അമ്മ ഓഫീസിലൊരു വനിതാ ജീവനക്കാരി 7 മാസം ജോലി ചെയ്തുള്ളൂ. പുറത്ത് സെക്യൂരിറ്റി ജോലിയൊക്കെ ഏൽപ്പിക്കുന്നത് ഈ ഏജൻസിയാണ്. അതിന് ഏജൻസിയിൽ നിന്ന് വിട്ട ഒരു സെക്യൂരിറ്റിക്കാരന് ഈ വനിതാ ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട ചില ഗോസിപ്പുകളൊക്കെ അവിടെ പടർന്നു. ഇതോടെ ഈ വനിതാ ജീവനക്കാരി കട്ടക്കലിപ്പിലായി. അവർ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. സെക്രട്ടറി എന്ത് ചെയ്തു? അവരോട് പുറത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ വനിതാ ജീവനക്കാരിയെ അവിടെ ഒരു ഹൈദരാലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇപ്പോഴില്ല, ഹൈദരാലി ഒരു ഔട്ട്സൈഡ് ഫിറ്റിംഗ് ആണ്. എപ്പോഴും അമ്മയിലെ കാര്യങ്ങളൊക്കെ ഹൈദരാലി നിയന്ത്രിക്കുക എന്നൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു വെപ്പ്. ഇപ്പോൾ ഹൈദരാലി കുത്തിത്തിരിപ്പ് നടത്തി ഈ വനിതാ ജീവനക്കാരെ കളത്തിലിറങ്ങി ലേബർ ഓഫീസ് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുപോയി ഒരു ജോലിക്കാരിയല്ലായിരുന്നു ആ നിലയിൽ പരാതി കൊടുത്തു. അപ്പോൾ തൊഴിൽ സ്ഥലത്തെ പീഡനം തൊട്ട് എല്ലാ ഏർപ്പാടുകളും അതിൽ വന്നു. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. അപ്പോൾ ട്രഷറർ പറഞ്ഞിട്ടാണ് സെക്രട്ടറി നടപടിയെടുത്തത്. അതാണ് വനിതാ ജീവനക്കാരുടെ ആരോപണം. അപ്പോൾ ഇതിനിടയിൽ ട്രഷറും ശ്വേതാ മേനോനും തമ്മിൽ വലിയ മാനസിക അകലത്തിലുമായി. കണക്കുകൾ സംബന്ധിച്ചുള്ള തർക്കം, അവിടുത്തെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കം. ഈ വനിതാ ജീവനക്കാരുടെ ഇഷ്യൂവിൽ ശ്വേത എന്ത് ചെയ്തു? ഈ ജീവനക്കാരിക്കൊപ്പം ഒരു നിലപാടെടുത്തു. അപ്പോൾ ഇപ്പുറത്ത് ഉണ്ണി ശിവപാൽ ഒറ്റപ്പെട്ടു. വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഉണ്ണിയെ ഒറ്റപ്പെടുത്താൻ. തുടക്കം തൊട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ആ ഓഫീസിൽ നടന്ന കുറേ നമുക്ക് പുറത്ത് പറയാൻ കൊള്ളത്തില്ലാത്ത ഏറ്റവും മ്ലേച്ഛമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ പല വിഷയങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ണിയോട് പുറത്തു പോകാൻ പറഞ്ഞു. ഉണ്ണി നേരെ UK കയറിപ്പോയി. അപ്പോൾ അതുവരെ കഴിഞ്ഞ സെപ്റ്റംബറിന് മുമ്പുള്ള മുഴുവൻ കണക്ക് ഉണ്ണിയുടെ കയ്യിലാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ കണക്കുമില്ല, ഒരു തൊപ്പിയില്ല. 57 ലക്ഷം രൂപ ചിലവ് വന്നവരെ പിന്നീട് 67 ലക്ഷം രൂപ. ഇപ്പം ജനറൽ ബോഡി വിളിച്ച് ചേർക്കുന്നു. ഇതിനിടയിൽ നമുക്കറിയാം അൻസിബ അച്ചയ്ക്ക് കത്തിക്കുന്നു. അൻസിബയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ടിനി ടോം ഇതിൻ്റെ അകത്തേക്ക് സീനിലേക്ക് കടന്നു വരുന്നു.
ടിനി ടോമിനെ സംരക്ഷിക്കാൻ ശ്വേത ഇറങ്ങുന്നു. അങ്ങനെ ആ ഒരു കോക്കസ് കളിയോട് കളി. ഇപ്പുറത്ത് അൻസിബയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ബാബുരാജും സിദ്ദിഖുമൊക്കെ അവരും തകർപ്പൻ ഷോ. അങ്ങനെയാണ് ഒടുവിൽ ജനറൽ ബോഡിയിലെത്തുന്നത്. ജനറൽ ബോഡി സ്വാഭാവികമായിട്ട് അതുവരെയുള്ള കണക്കുകൾ മേശപ്പുറത്ത് വയ്ക്കണം, വിശദമായ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കണം. ജനറൽ ബോഡിയിൽ നല്ല കരുതി കൂട്ടി തന്നെയാണ് ബാബുരാജും സംഘത്തെ, ബാബുരാജ്, സിദ്ദിഖിൻ്റെ ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി വളരെ തന്ത്രപൂർവ്വം, ഇടവേള ബാബു ആണല്ലോ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ സൂത്രക്കാരൻ. ഇങ്ങനെ ഇവരെല്ലാം കൂടെ രഞ്ജി പണിക്കർ ഒരു ശുദ്ധാത്മാവായി ഇങ്ങനെയുള്ള കാര്യത്തിൽ. രഞ്ജിയെ കുത്തിയിളക്കി. രഞ്ജി ചേട്ടാ ഇത് വലിയ തട്ടിപ്പും വെട്ടിപ്പും അവിടെ നടക്കുന്നത്, കണക്കില്ല. ഇതെല്ലാം കേട്ട് അയാൾക്ക് വികാരം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ രഞ്ജി പണിക്കർ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ രഞ്ജി പണിക്കർ എന്നാൽ പിന്നെ ശരി നമുക്ക് ജനറൽ ബോഡിയിലിട്ട് തകർക്കണം എന്നും പറഞ്ഞ് രഞ്ജി നിൽക്കുവാണ്. തൊട്ടപ്പുറത്ത് പരമാവധി ആളുകളെ ഇവർ വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഈ ശ്വേതയോടും ഇപ്പോഴത്തെ ഭാരവാഹികളോടൊക്കെ ഒരു മൃദു സമീപനവും ഒരു അനുകൂല മനോഭാവവും ഗണേശനുണ്ട്. ഇതിനെ തട്ടിവിടരുത് എന്നുള്ളൊരു ആശയഗതിക്കാരനത് ഗണേശൻ ഉണ്ട്. കലാഭവൻ ഷാജോണൊക്കെ കുഴപ്പമില്ല, ഇവർ തന്നെ ഒന്ന് തുടരട്ടെ എന്നുള്ളൊരു മനോഭാവക്കാരനാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് ശ്വേതയോടൊരു സോഫ്റ്റ് കോർണറുണ്ട്. പക്ഷെ കണക്കിലിട്ട് അവരങ്ങ് പിടിച്ചു. ശ്വേത വന്ന ഉടൻ തന്നെ അങ്ങ് പൊറഞ്ഞം ശ്വേതയെ പൊരിക്കുക ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു 7 മണിക്കൂർ. കണക്കെവിടെ? കണക്ക് അപ്പോൾ കുക്കു പരമേശ്വരൻ കയറി ഒരു നാടകം കളിച്ചു. കുക്കു തിരിച്ചും മറിച്ചും എല്ലാം കൂടെ ഒരു പ്രസംഗം നടത്തി. അതിൻ്റെ അത് കണക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമില്ല. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രഷറർ ഇവിടെയില്ല. അപ്പോൾ ട്രഷറർ എങ്ങനെ പോയി? അപ്പോൾ ട്രഷറർ അയാൾ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് പോയി ഈ ശ്വേത. അപ്പോൾ ശ്വേത പറഞ്ഞു ഞങ്ങൾക്ക് ഒരു 45 ദിവസം എന്താ ഈ കണക്കെല്ലാം അവതരിപ്പിക്കാൻ. വെച്ച കണക്കിലൊന്നുമില്ല. ഈ കണക്കില്ലാതെ വന്നപ്പോഴേക്ക് രഞ്ജി പണിക്കർ കയറി അങ്ങ് ആകെ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ രഞ്ജി ഈ കോപം കൊണ്ട് ജ്വലിച്ചപ്പോഴേ ബാക്കിയുള്ളവരൊക്കെ നിസ്സംഗരായിപ്പോയി. മറുവശത്ത് ബാബുരാജ് കത്തിക്കുക, ഒരു രക്ഷയില്ല. സിദ്ദിഖ് തകർത്താടുകയാണ്. ഉടനെ മോഹൻലാൽ രംഗത്തിറങ്ങി. സാധാരണഗതിയിൽ മോഹൻലാൽ രംഗത്ത് ഇറങ്ങുമ്പോൾ എല്ലാം ശാന്തവും. മോഹൻലാൽ പറഞ്ഞു അവർക്ക് കുറച്ച് സമയം കൊടുത്താലോ. ഇപ്പോൾ സിദ്ദിഖാണ് ഇതിൽ ഒറ്റ തീരുമാനമെടുക്കാൻ കഴിയില്ല, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ മോഹൻലാൽ മിണ്ടാതായിപ്പോയി. കാരണം മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ എന്തെങ്കിലും എതിർ ശബ്ദം കേട്ട അയാൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. ഇതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ ചെന്നില്ല. മമ്മൂട്ടിയെ ഈ സിദ്ദിഖും അവരൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി കൊള്ളിയല്ല, ഇവരെ പറഞ്ഞു വിടണം, ഇരുന്നാൽ ഭയങ്കര അപകടമാണ്, എല്ലാം ഇവിടെ അമ്മ ഭാരവാഹികളൊന്നും ശരിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ മമ്മൂട്ടിക്കും ഉണ്ട് ഇതെങ്ങനെയും പൊക്കോട്ടെ എന്ന്, ഈ ഭാരവാഹികളെല്ലാം ഒടിഞ്ഞു പറഞ്ഞ് പോകട്ടെ എന്ന് മമ്മൂട്ടിക്കുണ്ട്. മമ്മൂട്ടി അതുകൊണ്ട് ഇതിനെയൊന്നും എതിർത്തില്ല. മമ്മൂട്ടിയെപ്പോലൊരു സീനിയർ നടൻ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ ചെയ്യുകയും ഉത്തരവാദിത്വം എടുക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ സമൃദ്ധമായി കളിച്ചു. കുതന്ത്രമാണ് മമ്മൂട്ടി ഇന്നലെ പുറത്തിറക്കിയത്. അപ്പോൾ അങ്ങനെ മോഹൻലാലിനെ അടിച്ചിരുത്തി. ജഗദീഷ് എഴുന്നേറ്റു. ജഗദീഷിനുള്ളൊരു കുഴപ്പം കൃത്യം കാര്യം പിടിക്കാതെ എല്ലായിടത്തും റോൾ എടുക്കും. അങ്ങനെ ജഗദീഷ് കണക്കെവിടെ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴേക്കും ജഗദീഷിനൊരു ഐഡിയ ഇല്ല, ഇവർക്കും ഇല്ല. ജഗദീഷ് എന്താ പറഞ്ഞത്, ജഗദീഷിനൊരു ബോധമില്ല. ഒടുവിൽ മോഹൻലാൽ പിന്നെയും പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസം കൂടെ കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കൈവിട്ട് പോയി എന്ന് ബാബുരാജിന് തോന്നി. ബാബുരാജ് ചോണ്ടി എഴുന്നേറ്റ് അലറി വിളിച്ച് ഇവരെ ഞാൻ ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞു. വേദി കയറിയിട്ട് പറഞ്ഞു ഈ ശ്വേത വെറും തട്ടിപ്പുകാരിയാണ്, BJP-യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കാലത്ത് വാങ്ങിയത്. ഇലക്ഷൻ കാലത്ത് മലയാള താരങ്ങളെ പ്രചരണത്തിന് വിടാം എന്ന് പറഞ്ഞ് BJP-യുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. ഡൽഹി ചെന്ന് അമിത്ഷായെ കണ്ടു, കോടികൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ബാബുരാജ് അങ്ങൊരു അനുഭവം വിട്ടു. ഇതോടെ കൈവിട്ടു. ശ്വേത പൊട്ടിത്തെറിച്ചു. ശ്വേത പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കില്ല, ഞാൻ രാജിവെക്കുന്നു, അമ്മയുടെ അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു. എന്നെ ഇവിടെ അപമാനിച്ചവർക്കെതിരെ ഞാൻ പോലീസ് കേസ് കൊടുക്കും, ഞാനിതിനെ നിയമപരമായി നേരിടും, പലതും ഞാൻ ചെയ്യും. അപ്പോൾ കൈവിടുന്നു എന്ന് കണ്ടപ്പോൾ ഗണേഷ് കുമാർ പെട്ടെന്ന് പറഞ്ഞു ഇതിൽ മോഹൻലാൽ പ്രതികരിക്കണം, ലാലേട്ടൻ ഇടപെട്ടേ തീരൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കുത്തിയിളക്കി മോഹൻലാൽ ആകെ നിസ്സംഗതയോടെ നമുക്കൊക്കെ വിധി എന്ന് പറയുന്നത് മരണമാണ്, അടുത്ത ജനറൽ ബോഡി കൂടുമ്പോൾ നമ്മൾ എത്ര പേര് ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല, പിന്നെ എന്തിനാണ് ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ തമ്മിലടിക്കുന്നത്, ഇതൊക്കെ പരിഹരിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. വികാരപരമായൊരു പ്രസംഗം നടത്തി. അപ്പോഴും ഈ സിദ്ദിഖും ബാബുരാജൊക്കെ അവിടെ കിടന്ന് അവൾമാർ പോകട്ടെ എന്നുള്ളൊരു നിലപാടെടുത്ത് അങ്ങനെ ശ്വേതയും കൂട്ടരും കണ്ണീരോടെ അവിടെ നിന്ന് മടങ്ങി.
പെട്ടെന്ന് ജഗദീഷ് റോൾ എടുത്തു. ജഗദീഷ് ഈ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കയറി റോൾ എടുക്കും. ജഗദീഷിൻ്റെ ഒരു പൊതു ശൈലിയാണ്. അപ്പോൾ ചില സ്ഥലത്ത് റോൾ എടുക്കുന്നത് നല്ലതുമാണ്. ഉച്ചയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കത്തി നിന്നപ്പോൾ ഗണേശൻ അരിച്ചമ്മന്ന് ഇറങ്ങിപ്പോയി, പിഷാരടിയും പോയി. അപ്പോൾ ജഗദീഷ് പറഞ്ഞു പിഷാരടി ഇനി ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കണമെന്നുള്ള നിലപാടിലെത്തിയല്ലോ. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി കടന്നുകൂടാനാണ് സിദ്ദിഖും ബാബുരാജൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് പണിയാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മോഹൻലാലിനുണ്ട് ജഗദീഷ് കയറി എന്തെങ്കിലും അനൗൺസ് ചെയ്യട്ടെ. അങ്ങനെ ജഗദീഷ് കയറി പറഞ്ഞു പിഷാരടിയെ നമുക്ക് അഡ്ഹോക് കമ്മിറ്റി ഏൽപ്പിക്കാം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ കൂടെ കൈയടിച്ചു. അങ്ങനെയാണ് പിഷാരടി കളത്തിലിറങ്ങിയത്. പിഷാരടിക്ക് തൊട്ട് പിന്നാലെ ജഗദീഷ് അതും പറഞ്ഞു. ജഗദീഷ് പറഞ്ഞു നമുക്ക് ഗണേശനെ കൂടി അതിൽ വയ്ക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഗണേശൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ 1 വർഷത്തെ കണക്ക് വെക്കാൻ പറയുന്നവർ 1 വർഷത്തെ അല്ല 10 വർഷത്തെ കണക്കൂടെ പരിശോധിക്കണമെന്നൊക്കെ. ഇവർ ഒരു വക്കീലിനെയും ഒരു CA-കാരനെയൊക്കെ കൊണ്ടുവന്നാണ് ഈ ഷോ നടത്തിയത്. ഭയങ്കര ആസൂത്രിതമായ നീക്കമാണ്. കാരണം രാവിലെ അംഗങ്ങളൊക്കെ ഈ ഹോളിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്താണ് രജിസ്ട്രേഷൻ കൗണ്ടർ, വലതുവശത്ത് ഇവന്മാരെല്ലാം കൂടെ കൂടി നിൽക്കുക. ഈ സിദ്ദിഖും ടീമും ബാബുരാജ് ഓരോരുത്തരെ വിളിക്കും. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ ഇന്ന് കമ്മിറ്റിക്ക് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്, അവരുടെ കണക്ക് വെക്കണം കാര്യങ്ങൾ, ഇതിലൊരു ഒപ്പ് തരുമോ എന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിന്ന് ഒപ്പിട്ട് മേടിക്കണം അവിശ്വാസ പ്രമേയത്തിന്. അങ്ങനെ ഒരു കൂട്ടം കുറ്റാരോപിതർ നമ്മുടെ ശ്വേതാ മേനോനും കൂട്ടരും തള്ളി മറിച്ചിട്ടു. പക്ഷെ ശ്വേത അവിടെ ഒരു പണി കൊടുത്തിട്ടാണ് പോയത്. അതാണ് ഇവരെ മുച്ചൂട് ചേർത്തത്. ഞങ്ങളെ തള്ളിയിട്ടത്, ഞങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നത് കുറ്റാരോപിതർക്ക് അമ്മ കൈയടക്കാനുള്ള ഒരു മാർഗമാണ്. ഇത് വളഞ്ഞ വഴിയിലൂടെ സംഘടന പിടിക്കാനുള്ള തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അവർ വികാരപരമായിട്ടൊരു പ്രതികരണം. അതുകൊണ്ട് ഈ കുറ്റാരോപിതർ എന്നുള്ളൊരു പ്രയോഗം വന്നു. അവിടെ ദിലീപ്, സിദ്ദിഖ്, ഇടവേള ബാബുരാജ് 4 പേരും പെട്ട്. സിദ്ദിഖ് ഇപ്പോൾ ദിലീപ് ഇതിനകത്തില്ല. ദിലീപ് എൻട്രി, അവൻ വരുന്നു എന്നുള്ള എൻട്രിയിൽ നിൽക്കുകയാണ്. എൻട്രി പോയിന്റിൽ തന്നെ കട്ട് ചെയ്തു. മറ്റേ 3 പേരെ അവിടെ വെച്ച് മുറിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അമ്മ ഓഫീസിൽ സംഭവിച്ചത്. ഇതിൻ്റെ അകത്ത് മോഹൻലാലിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആത്മാർത്ഥമായി ഈ സംഘടനയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. മറുവശത്ത് മമ്മൂട്ടി ഭയങ്കര കുതന്ത്രമാണ് എടുത്തത്. 5 പേരെ മുൻനിർത്തി കളിച്ചവർ ഒരുപാട് പേര്. എന്നാൽ ശ്വേതാ മേനോന് ഒരു പക്വതയില്ല. ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു തന്മയത്തോ മെയ്വഴക്കമോ ഇല്ല. ഈ കുത്തിത്തിരിപ്പുകളും പെണ്ണുങ്ങളുടെ ഈ ഗോസിപ്പുകളും ഒക്കെ കേട്ട് അതനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. അങ്ങനെ ആകെക്കൂടി നശിപ്പിച്ച് പണ്ടാരടക്കി. ഈ പുതിയ കമ്മിറ്റിയിൽ ഗണേഷ് കുമാർ, പിഷാരടി ഈ പറയുന്ന പോലെ ശക്തന്മാരാണ്. പക്ഷേ ഈ ദിലീപിൻ ഒരു എൻട്രി, അദ്ദേഹം അത് ഇനിയും ശ്രമം തുടരുമോ? ദിലീപിനെ സംബന്ധിച്ച് ഈ ഗണേശന് ദിലീപിനോട് താല്പര്യമുണ്ട്. പിന്നീട് ദിലീപ് വീണതിന് ശേഷം മമ്മൂട്ടി, മോഹൻലാലൊക്കെ ശക്തരായത്. അതുവരെ എറണാകുളം സിനിമാ ലോകം നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ്. ദിലീപിൻ്റെ ശിഷ്യർ ഒരു 160ഓളം മിമിക്രിക്കാരുണ്ട്. ആ മിമിക്രിക്കാരൊക്കെ ഇപ്പോൾ മലയാളത്തിലെ നടന്മാരാണ്. അവരൊക്കെ അമ്മയിൽ കയറിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ മെമ്പർഷിപ്പ് കൊടുത്തതിലും എല്ലാം ദിലീപിൻ്റെ കക്ഷികളാണ്. അപ്പോൾ അമ്മയിൽ ജനറൽ ബോഡിയിൽ ഒരു ചോദ്യം ദിലീപിനെ എടുക്കണോ എന്ന് വന്നാൽ അവിടെ ദിലീപിന് ഭയങ്കര സപ്പോർട്ട് കിട്ടും. ദിലീപിന് കളിയറിയാം. ദിലീപിനറിയാം അമ്മയിലേക്ക് വന്നാൽ പിന്നെ ഇൻഡസ്ട്രി തിരിച്ചു പിടിക്കാമെന്ന്. കാരണം ദിലീപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുണ്ട് ആ ഫിലിമിനെതിരെ. അതുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സൊന്നും ദിലീപിന് പടം കൊടുക്കുന്നില്ല. പേടിയാണ്, വലിയ ക്യാമ്പയിൻ. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ വന്നതെല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് പോയാൽ പണിയാവും. അതുകൊണ്ട് ദിലീപിന് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. കൊടുത്ത സിനിമയെല്ലാം പൊളിയുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അമ്മയിലൂടെ വീണ്ടും ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു റീ എൻട്രി, അതാണ് ദിലീപ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം കോടതി കുറ്റവിമുക്തനാക്കി. പിന്നെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത്? തിരിച്ച് ഈ ഒരു റോൾ എടുത്താൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ക്യൂ നിൽക്കുമെന്ന് ദിലീപിനറിയാം. ഏത് നടീനടനെ വേണമെങ്കിലും തനിക്കൊപ്പം ചേർക്കാൻ ദിലീപിന് കഴിയും. മമ്മൂട്ടിയെ, മോഹൻലാലിനെയൊക്കെ ഒതുക്കാനും കഴിയും. ഈ മമ്മൂട്ടി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ, സൂത്രക്കാരനാണ്. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനെ ഒതുക്കാൻ എളുപ്പമാണ്. മോഹൻലാലിൻ്റെ മേൽ ആരെങ്കിലും ഒരു ഓവർഡൂ ചെയ്താൽ ആൾ സൈലൻ്റായി പോകും. അതാണ് ഈ സുരേഷ് ഗോപിയുടെ ഒരു റോള് കഴിഞ്ഞ അത് തന്നെ. ഈ സുരേഷ് ഗോപിയുടെ റോൾ എന്താണ് എന്ന് വെച്ചാൽ ഈ ശ്വേതാ മേനോനെ സുരേഷ് ഗോപിയെ വെച്ചാണ് ഇവരടിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അതാണ് ഈ BJP ബന്ധം എടുത്തിട്ടിരിക്കുന്നത്. എന്നാൽ ഓപ്പണായിട്ട് പറയുന്നുമില്ല. കാരണം സുരേഷ് ഗോപി പ്രതികരിച്ചാൽ വലിയ പ്രശ്നം വരും. ഇതിൻ്റെ അകത്ത് BJP മെൻറ്റാലിറ്റി ഉള്ള കുറേ നടന്മാരുണ്ട്. അവരൊക്കെ പച്ചയ്ക്ക് പ്രതികരിച്ചാൽ അതും പ്രശ്നമാകും. അവിടെയാണ് ബാബുരാജ് വളരെ തന്ത്രപരമായിട്ടുള്ള കരുക്കൾ നീക്കുന്നത്. അപ്പോൾ ഈ മറുവശത്ത് BJPക്കാർ ഇപ്പം ചില
പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കത് പ്രോത്സാഹിപ്പിക്കേണ്ട. കാരണം ഒരു സൈഡിൽ ഈ സിദ്ദിഖിൻ്റെ സഹോദരനും അവർ ഈ അൻസിബയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില നീക്കങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന ബാബുരാജ. അപ്പോൾ നമ്മൾ ഈ തർക്കങ്ങളൊക്കെ ഇങ്ങനെ കേട്ടും നമ്മൾ കണ്ടുമൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരും. അത് ഇന്നസെൻ്റാണ്. എന്ത് ഭംഗിയായിട്ടാണ് ഇന്നസെൻ്റ് ഈ സംഘടനയെ ദീർഘകാലം കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നസെൻ്റ് പോയതിനു ശേഷമാണോ ഇതിൻ്റെ ഒരു തകർച്ച തുടങ്ങിയത്? അല്ല, ഇന്നസെന്റിനെ പോലെ ഒരു വലിയ മനുഷ്യനെ ഇത്തരം ഒരു സംഘടന കൊണ്ടുപോകാൻ കഴിയൂ? കാരണം ഇതെല്ലാം ഈ അമ്മയിൽ നമ്മൾ പുറമേ കാണുന്ന ഈ പകിട്ടെല്ലാം ഇതെല്ലാം അല്പന്മാരും സ്വാർത്ഥമതികളും. ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുത്തനെ വെട്ടിയ വേറൊരുത്തൻ കയറി വരുന്നത്. അപ്പോൾ പരസ്പരം മത്സരിക്കുന്നവരാ. നമ്മളൊരു സംഘടന വിജയിക്കണമെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവരായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഒന്നുകിൽ എക്സ്ട്രീം ലെവലിൽ വളർന്നു പോയ മോഹൻലാൽ, ഓക്കെ, മറുവശത്തുള്ളവരൊക്കെ പരസ്പരം കടിച്ചു കീറുകയും മത്സരിക്കുകയും ചെയ്യുന്നവർ ഒരുത്തിനൊരുത്തിനെ ദൂഷിക്കും. പിന്നീട് മുഴുവൻ പെണ്ണ് കേസാണ് പറഞ്ഞു പരത്തുന്നത്. ഈ ഗോസിപ്പുകളും നമ്മൾ ചിന്തിക്കാൻ വയ്യാത്ത തലത്തിലുള്ള ഗോസിപ്പുകൾ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ മിക്ക നടികൾ, കല്യാണം കഴിച്ച നടികളെ സംബന്ധിച്ച് അവരുടെ ഭർത്താക്കന്മാർക്ക് ഊമക്കത്തുകൾ, അവരുടെ ഭർത്താക്കന്മാർക്ക് മറ്റേ മെസ്സേജുകൾ അയക്കുന്നു. ഇവരെങ്ങോട്ടെങ്കിലുമൊക്കെ പോയാൽ അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ആകെ ഒരു വശം കെട്ട പരിവാണ്. ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ കലിപ്പിലായാൽ പിന്നെ എന്തും ചെയ്യും. അവർ മറ്റുള്ള തീർത്ത് പണ്ടാരോടൊക്കെ അടങ്ങും. ആ വാശി അതാണിപ്പോൾ അമ്മയിലും സംഭവിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഈ വലിയൊരു നശിച്ച കൂടാരത്തിൻ്റെ ഒരു ചെറിയ അംശമേ വന്നിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ ഭയാനകമാണ് അമ്മയിലെ കാര്യങ്ങൾ. പിന്നെ ഇതിലൊക്കെ അപ്പുറത്ത് ഇവരെ ചാക്കിട്ട് പിടിക്കാനും ഇവരെ കൊണ്ട് കാര്യങ്ങൾ നടത്താനൊക്കെ ഒത്തിരി പേര് ചുറ്റുവട്ടത്തുമുണ്ട്. അതെ, എന്തായാലും ഒരു വലിയ സംഘടന അത് പിടിക്കാനുള്ള ആ കെട്ടിടം ഒന്നുകിൽ ആർക്കെങ്കിലും ഒന്ന് വാടകയ്ക്ക് കൊടുത്ത് അമ്മ സംഘടനയെ പിരിച്ചുവിട്ടാൽ ഈ സിനിമ ഇൻഡസ്ട്രി വലിയ കുഴപ്പമില്ലാതെ പോകും. എന്തായാലും താരസംഘടന വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അത് നല്ല വാർത്തകളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇത് വ്യവസായത്തെ ഇല്ലാതാക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സംഘടന എങ്ങോട്ട് പോകുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.